ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് രസമാണ് കേട്ടോ. ഇത് പിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഒരു ഈസി ആയിട്ട് രസം വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒരു കറി തന്നെയായിരിക്കും രസം എന്ന് പറയുന്നത്. അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു ഇത് ചേർക്കുന്നില്ല, എല്ലാവരും ചേർക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഉള്ളിയാണ്. നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഇത് നമുക്ക് എത്ര പേർക്കാണോ എത്രയാണോ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് എത്ര വേണമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്രയും തന്നെ ആ ഒരു കണക്കിൽ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പകുതി, നമ്മളിപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ അരപ്പിടി വെളുത്തുള്ളി. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കെന്താണെന്ന് കഴുകിയിലല്ല, ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം പിന്നെ നമുക്കിതൊന്ന് ഒന്നെങ്കിൽ ചതച്ചെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാർ എടുക്കണം. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറില്ലേ, ആ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ വലിയ ഉള്ളി വലുതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെറുതാക്കിയിട്ട് രണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ഇടാനുണ്ട്. ഏതാണെന്ന് വെച്ചാൽ ജീരകമില്ലേ, ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടിയൊക്കെ എല്ലാവരും രസം വെക്കുമ്പോൾ ഇടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ജീരകം നമ്മുടെ ഇതിനകത്തോട്ടിട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് മിക്സി ചെയ്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, അപ്പം 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്നിൻ്റെ ബാക്കിൽ വന്നിരുന്നതുകൊണ്ടാണ് അതിനകത്ത് അതറിയാതിരുന്ന 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 തക്കാളി നമുക്ക് കഴുകിയിട്ട് അതിൻ്റെ മേളിലത്തെ ആ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. മേളിലത്തെ ആ ഒരു പോർഷൻ നമ്മളത് കളയണം. അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്കിനി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് മേളത്തെ പോർഷനും കട്ട് ചെയ്തിട്ട് നമുക്കിനി ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് നമ്മുടെ മിക്സായി നല്ലതുപോലെ രസത്തിനകത്ത് മിക്സ് ആവുന്ന സാധനമാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം കുഞ്ഞാക്കി എടുക്കുന്നോ അങ്ങനെ കുഞ്ഞാക്കി എടുക്കാം. പിന്നെ ചിലരുണ്ട് ഇത് അരച്ചിട്ട് ചേർക്കുന്നതുണ്ട്. അപ്പോൾ ഞാനത് അരിഞ്ഞപ്പോഴത്തേക്കും വെള്ളറ ഇടാത്തതുകൊണ്ട്, ഫിംഗർ ക്യാപ്പ് ഇടാത്തതുകൊണ്ട് പാടായതുകൊണ്ട് ഞാനത് കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അരിയുകയാണ്. അപ്പം കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. അപ്പം മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും അത് പേസ്റ്റ് ആവും. അപ്പോൾ അത് കുറച്ച് കുക്കായി അതിൻ്റെ പച്ചമണം മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് താമസമായിരിക്കും. നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഉള്ളിയുടെ പുറകെ തന്നെ ഇതിട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കുമ്പോഴത്തേക്കും ആ തക്കാളിയുടെ ഒരു മണമുണ്ടല്ലോ, ഒരു പച്ച സ്മെല്ല്, അതങ്ങ് പോയി കിട്ടും. അപ്പോൾ ഇത് നല്ല കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അത് അവരവരുടെ ഇഷ്ടമാണ്. അത് തക്കാളി ഇങ്ങനെയാണ് അരിച്ചെടുക്കുവാണോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ്. അത് തക്കാളിയുടെ എണ്ണവും നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ പുള്ളി കുറച്ചെടുത്താൽ മതി തക്കാളി കൂട്ടുമ്പോൾ. ഇനി നമുക്ക് ഒരു പാത്രം ഗ്യാസ് ഓണാക്കിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് ഗ്യാസിനകത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കി അതിനകത്തേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതാണ് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇല്ല, കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റും കൂടും. നമ്മൾ വെളിച്ചെണ്ണ ഒരു കറിക്കകത്ത് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റും കൂടുതലായിരിക്കും. പക്ഷേ എണ്ണ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും കുഴപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരണം. ഇതിപ്പോൾ അലുമിനിയത്തിൻ്റെ പാത്രമായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. ഇപ്പോൾ അല്ലാതൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. അപ്പം ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ ഒരുമാതിരി കരിയുന്ന ഭയങ്കരമായിട്ട് ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടുകും കരിയത്തില്ല. കടുക് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു ടേസ്റ്റായി പോകും. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് ആ കടുക് ഒന്ന് പൊട്ടുമല്ലോ. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള
വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ജീരകം, ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിക്കകത്തൊന്ന് അടിച്ച് വെച്ചില്ലേ നേരത്തെ, അപ്പോൾ അത് നമുക്ക് എടുത്തതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കടുക് പൊട്ടുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് വെച്ചായിരുന്നു, അതുകൊണ്ടാണ് കടുക് പൊട്ട എത്ര താമസം എടുത്തത് കേട്ടോ. അപ്പോൾ അത് കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ മിക്സിക്കകത്ത് നിന്ന് ആ ഒരു മിക്സ് നമുക്ക് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. മിക്സിക്കകത്ത് നിന്നല്ല, സോറി, ജാറിനകത്ത് നിന്ന്. അപ്പോൾ അത് ഫുള്ള് തട്ടിയിട്ടിട്ട് ആ പാത്രം ജാറെടുത്ത് കഴുകി കളയണ്ട. നമുക്കിതിനകത്തേക്ക് വെള്ളം വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി ആയാലും നമ്മുടെ ചെറിയ ഉള്ളി ആയാലും ജീരകമായാലും ഇതിൻ്റെയൊക്കെ ഫ്ലേവർ അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അത് കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് അതിനകത്തുനിന്ന് തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കും അത് വേസ്റ്റായി പോകത്തുമില്ല, ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പം നമ്മളിത് വേണം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും, നല്ലതുപോലെ വാടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ടൈം എടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി എടുക്കുകയും ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഉപ്പിട്ടിട്ട് ഇതെടുക്കുന്നത് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണ് ഉപ്പിട്ടിട്ട് വാട്ടിയെടുക്കുവാണ്. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്കതൊന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം എപ്പോഴും ഇട്ട് ഇളകിക്കൊണ്ട് ഇരിക്കണമെന്നില്ല, കാരണം എപ്പോഴും ഇട്ട് ഇളക്കിയാലും അത് വേവാൻ പാടാണ്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് അത് അടി പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി നോക്കിയാൽ മതി, കരിയാതെ നോക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് തക്കാളി, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയാണ്. വെളുത്തുള്ളി, തക്കാളി, പിന്നെന്താണ് കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മുടെ രസത്തിന്. അതിൻ്റെ കായം, ഇതാണ് നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ എന്താണ് അതിൻ്റെ കളറൊന്നും മങ്ങിയിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ വാടിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് അടുത്ത എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ കായമില്ലേ, കായം പൊടി യൂസ് ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ കായം ഇതിനകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ട് അല്ലെങ്കിൽ തക്കാളിയും കൂടി ഇട്ടിട്ട് അതുമായിട്ട് മൂപ്പിച്ചിട്ടൊക്കെ നമുക്ക് അതിന് ശേഷം പൊടിയിടുന്നതുകൊണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലർ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കായ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ കായ ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് കായം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വാടിയതിന് ശേഷം നമ്മളെന്താണ്, അപ്പോൾ ആ ടൈമിൽ തന്നെ ഇത് നേരത്തെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഒരു പുളി ഉണ്ടല്ലോ, ഒരു കുഞ്ഞു ബോൾ ടൈപ്പ് ഒരു പുളി എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിനകത്തേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതൊന്ന് കുതിർന്ന് വന്നിട്ട് നമുക്ക് ഒഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഇതെല്ലാം റെഡിയായിട്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും നമുക്കത് ഓക്കെ ആയിട്ട് നല്ലതുപോലെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുവാണ്. നല്ലതുപോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക, അത് അടി പിടിക്കരുത്. ഇപ്പോൾ കളറ് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് നമ്മുടെ തക്കാളി ഇല്ലേ, കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പേസ്റ്റ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പം വേണം നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ നമുക്ക് തക്കാളി കണക്ക് ഒന്ന് വാടി ഇതിനകത്തേക്ക് ഒന്ന് സെറ്റായി ഇതൊന്ന് വഴന്ന് വരുമല്ലോ, ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ട് വേവിച്ചിട്ട് ഒന്ന് ഏകദേശം ഒരു ഒന്ന് വെള്ളമൊക്കെ പോയി ഇതൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരടപ്പെടുത്ത് വെച്ചിട്ട് അതൊന്ന് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞാനിത് ഒന്ന് അടയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ടൈം
അത്രയും ടൈം ലാഭിക്കാമല്ലോ. ആ ഒരു എയറിനകത്തും കൂടി ഇരുന്നിട്ട് ഇത് വേവും. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടും, ഒന്ന് മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഇനി ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്കത് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമുക്കിതിൻ്റെ പരുവം എന്തായെന്ന് അറിയാനായിട്ട് പറ്റും. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും അടി പിടിക്കത്തുമില്ല. അപ്പം ഏകദേശം ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനെടുക്കുന്ന ടൈം അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തരും അറിയാമല്ലോ അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ എത്ര ആയിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പം അതാണ്ട് ഇത് കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ അടച്ച് വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വയ്ക്കുമ്പോഴത്തേക്കും തക്കാളി ഒന്ന് നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ദാണ്ടെ വെന്തിട്ടുണ്ട്. ഇതുണ്ട് മിക്സായിട്ട് കിടക്കുന്നു. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, തക്കാളിയുടെ കളറാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പീസൊക്കെ ഒന്ന് കുഞ്ഞായിട്ട് കിട്ടും കേട്ടോ. അതിനാണ് ഈ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്നും കൂടി അടച്ച് വെക്കാം നമുക്ക്. അടച്ച് വെച്ച് ഇനി നമുക്ക് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉടച്ചതും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്കായിട്ട് കാണും. അതാണ്ട് നന്നായിട്ട് സെറ്റായിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്താണ് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു റൗണ്ട് നമ്മുടെ ടിന്നിലൊക്കെ കിടക്കുന്ന കുഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചു തരാമേ. ആ ടിന്നിൽ ആ സ്പൂണിൽ ഒരു 1/4 ടീസ്പൂണല്ല, അതിന് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടിയും കുറഞ്ഞുകൊണ്ടാണ് 2 വട്ടം ഇട്ട് കൊടുത്തത് കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞ കണക്ക് തോന്നിപ്പോയി. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ മഞ്ഞൾപ്പൊടി മുമ്പിൽ നിൽക്കരുത്. ആ ടേസ്റ്റ് മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഡിഫറെൻ്റായിട്ട്. എന്നിട്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇട്ട് അതിൻ്റെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മളിനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് മുളക് പൊടി നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളതിനകത്തേക്ക് നമ്മുടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുളക് പൊടി എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി അത്യാവശ്യം തോനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതിൻ്റെ എരിയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടേണ്ടത്. നമ്മൾ ഇപ്പോൾ എത്രത്തോളം നീട്ടിയാണോ രസം വെക്കുന്നത്, അപ്പോൾ അത് ഇത്രയും ഈ ഒരു കുരുമുളക് പൊടി വേണം ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്താൽ മതി ബാക്കി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ കുറച്ച് പരിപ്പുമാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ എടുത്ത ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്ര ഇട്ട് കൊടുക്കാം, ഒരുപാടാവണ്ട, അത്ര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 5-6 കൂടെ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ഇതിന് നല്ലതുപോലെ അത് മൂത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ജാറിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒഴിക്കാമെന്ന്. അപ്പോൾ ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുളി നമ്മൾ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പുളിയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയിട്ട് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊക്കെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പുളിയുടെ പീസൊന്നും വീഴാതെ നമ്മൾ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം നമുക്ക് കുറച്ചും കൂടെ വേണം കേട്ടോ. ഞാനങ്ങ് വെറും വെള്ളമായിട്ട് ഞാൻ എടുക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒഴിക്കാത്തത് കേട്ടോ. നമുക്ക് നല്ലതുപോലെ നിവർപ്പിച്ചാണ് ഇത് സത്യം പറഞ്ഞാൽ എടുക്കുന്നത്. എനിക്ക് അത്രയും വേണ്ട എന്നുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ അത്രയും ഒരുപാടങ്ങ് വെള്ളമാക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം.
തിളച്ചില്ല നാണ്ട് ഇതായതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കായപ്പൊടി അല്ലെങ്കിൽ നമുക്ക് കായമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കായം ഒരു ചെറിയ പീസ് കായം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളച്ച് വന്നിട്ടാണ് നമുക്ക് എന്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല, നമ്മളിനി അടുത്തത് നമ്മളിതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഇനി മുളക് പൊടിയുടെയോ പുളിയുടെയോ എരിവിൻ്റെയോ പുളിയുടെയോ ഉപ്പിൻ്റെയോ ഒക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കായത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിക്കണം. പിന്നെ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് പിന്നെയും നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ. ഇതിനകത്തേക്ക് അതിൻ്റെ എല്ലാ തക്കാളിയുടെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും ഉള്ളിയുടേതായാലും കുരുമുളകിൻ്റെത് പിന്നെ നമ്മളിട്ട് കൊടുത്ത പുളി പിന്നെ കായപ്പൊടി ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കണം. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കിടന്ന് കാണിക്കുന്നത്. പക്ഷേ കുറച്ച് നേരം അങ്ങനെ ഇട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ടൈം നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില എൻ്റെ കയ്യിൽ അന്നേരം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ മല്ലിയില ഇടാഞ്ഞത്. മല്ലിയില എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. രസത്തിനകത്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ രസം പിന്നെ അങ്ങനെ മാറ്റി താണ്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ രസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.